നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, 2 വർഷത്തോളമായി എൻ്റെ ഒരു ആഗ്രഹമാണിത്. ഇവിടെ ഒരു സ്ലാബൊക്കെ വാർത്തിട്ട് ഷീറ്റൊക്കെ ഇട്ടതിൻ്റെ ശേഷം നമ്മുടെ ഒരു കാറ്ററിംഗ് കിച്ചൺ ഒന്ന് ഉഷാറാക്കണം കേട്ടോ. അപ്പോൾ അത് അൽഹംദുലില്ലാ മാഷാ അല്ലാ അതാ എൻ്റെ ഒരു ആഗ്രഹം നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ആ കിണറൊന്ന് വാർത്തതെന്നും അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഇതിന് ചിലവ് വന്നതെന്നും ഏകദേശം ഒരു പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഡെയിലി വ്യൂവേഴ്സിന് അറിയാം കേട്ടോ, ഞാനിടുന്ന എല്ലാ വീഡിയോ കാണുന്നവർക്കും അറിയാം. ഞാനിത് ഇങ്ങനെ പറയലുണ്ട് ഷീറ്റ് ഇടണം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, കൂടുതൽ ഓർഡറൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ അടുക്കള വല്ലാതെ വൃത്തികേടാവും. പിന്നെ അത് അടുപ്പ് ഇവിടെയാണല്ലോ, അപ്പോൾ ഇവിടുന്നാണ് ഫുഡ് ഉണ്ടാക്കൽ. അപ്പോൾ അവിടെ ആ ഒരു ഇപ്പം ഉണ്ടാക്കി കൊടുത്തുനിന്ന് നമുക്ക് അരിയലും കാര്യങ്ങളും കഴുകലും ഒക്കെ അവിടെ സിങ്കും വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഈ അടുപ്പ് നിങ്ങൾ അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഇപ്പം കൂടുതലും ഞാൻ ഈ അടുപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്യൽ. ഞങ്ങൾ രണ്ടാളുള്ള സമയത്ത് അധികവും ചോറ് മാത്രമേ അടുപ്പത്ത് വെക്കലേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഗ്യാസുമ്മലാണ്. ഇപ്പോൾ മോളും കുട്ടികളൊക്കെ ഉള്ളതിനോണ്ട് തന്നെ കുറച്ചധികം വെക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെയാണ്. പിന്നെ ആ ഷീറ്റിൻ്റെ കൂടെ തന്നെ പണി കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അടുക്കളയിലേക്ക് ഒരു ടേബിള്, അതിൻ്റെ മേലെ മാർബിളിൻ്റെ ഒരു പീസ് വാങ്ങണം. പിന്നെ അതേപോലെ ആ ഒരു ടാപ്പും ഫിറ്റ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള പൈപ്പിങ്ങിൻ്റെ പണികളൊക്കെ എടുത്തിട്ടുണ്ട്, ടാപ്പ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ 2-3-4 ദിവസമായി അവരെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവർക്ക് തിരക്കായതുകൊണ്ടാണ് ടാപ്പ് ഫിറ്റ് ചെയ്യാത്തത്. ആ ടാപ്പിനിപ്പോൾ വളരെ അത്യാവശ്യമൊന്നുമില്ല, നമ്മളിതുവരെ വെള്ളം ഉപയോഗിച്ച മാതിരിയൊക്കെ ഉപയോഗിക്കുക. പിന്നെ അവർ വന്നാൽ ഇനി അതുപോലെ ഒഴിവിനനുസരിച്ചിട്ട് ടാപ്പ് ഫിറ്റ് ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിണർ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കിണറിൻ്റെ ഗ്രില്ല് പകുതി മുറിച്ചിട്ടുണ്ട് ഇനി. എന്നതിൻ്റെ ശേഷമാണ് അവിടെ സ്ലാബൊക്കെ ഇട്ടത്. അപ്പോൾ അതും ഈ വെൽഡിങ്ങിൻ്റെ ആൾ വന്നപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിന് കാകന്നെ പെയിൻറ്റും അടിച്ചിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി കുറേ പെയിൻറ്റുകൾ ബാക്കിയുണ്ട് കേട്ടോ, അതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്ത്. പിന്നെ പെയിൻറ്റിൻ്റെ പണിക്കാരെ വിളിക്കുമ്പോൾ അവർക്ക് പുതിയ പെയിൻറ്റ് വേണം. പിന്നെ അതുമല്ല അത്യാവശ്യം നല്ല പൈസയാണല്ലോ അപ്പോൾ ഇക്കാകൻ്റെ ഒഴിവിനനുസരിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ടല്ല തീർത്ത്, ഒരു 3-4 ദിവസം കൊണ്ടാണ് കേട്ടോ തീർത്ത്. കുറേശ്ശെ അടിച്ചിട്ട് അങ്ങനെ മതിയല്ലോ, അല്ല തിരക്കൊന്നും ഇല്ലല്ലോ. കഴിയുന്നതും നമ്മളെക്കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ നമ്മളെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. ഒഴിവുള്ളവർക്ക് കേട്ടോ, ഒഴിവില്ലാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾറെഡി ഞങ്ങൾ വീട് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ 1/4 ഭാഗം വാർത്തിട്ടുണ്ട് കേട്ടോ കിണർ. അത്യാവശ്യം നല്ല ആഴമുണ്ട്, നല്ല വട്ടമുള്ള കിണറാണ്. അപ്പോൾ ആ ഭാഗമാണ് ഞങ്ങൾ ഉപയോഗിക്കലും. ബിരിയാണി വെക്കുമ്പോൾ ഒരു മതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അപ്പോൾ ആ മതിൽ പൊളിച്ചിട്ട് ഒന്നുകൂടി കിണറിൻ്റെ ആ ഭാഗത്തേക്ക്, ആ ഭാഗത്ത് തീരെ സ്ഥലമില്ല. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായാലുണ്ട്. പിന്നെ അവിടെ ഒരു മേശയും കൂടി വാർത്തിടുകയാണെങ്കിൽ അത്യാവശ്യം കട്ടിങ്ങൊക്കെ അവിടുന്ന് ചെയ്യാലോ. പിന്നെ അതുമല്ല മറ്റുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്യാലോ വിചാരിച്ചിട്ടാണ് അവിടെ കുറച്ച് ഭാഗം കൂടി ഞങ്ങൾ വീതി കൂട്ടിയെടുത്തത്. എത്രയാണ് അളവ് എടുത്തത് എന്നുള്ള ആ ഒരു ഓർമ്മയില്ല കേട്ടോ. ഒരു സ്ലാബിനുള്ള അകലം മാത്രമാണ് മുന്നോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കിണറിൻ്റെ അടിയിൽ പലകൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് ഇവരിതാ കണ്ടില്ലേ അങ്ങനെ എന്താ പറയുക, ഈ പലകൊക്കെ അടിച്ച് അങ്ങനെ കോൺക്രീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റിന് വന്നത് ഇങ്ങനെ ഒരു കിണർ വാർത്തിട്ടുള്ള ആ ഒരു സ്ലാബ്, പിന്നെ അതിൻ്റെ മേലെ ഒരു 4 വരിയാണ് തോന്നുന്നു, 4 വരി പടവ്, പിന്നെ അതിൻ്റെ മേലെ ഒരു സ്ലാബ്. നമ്മൾ മേശ ഉണ്ടല്ലോ അടുക്കളയിലൊക്കെ കൗണ്ടർ ടോപ്പ് എന്നൊക്കെ പറയുന്നത്, അതും കൂടി വാർക്കാനായ ചിലവ് 14,000 ഉറുപ്പ്യാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് മെറ്റൽ, പൂഴിയല്ല, എംസാൻഡ്, സിമൻറ്റ് എല്ലാം ഇവർ തന്നെയാണ് കൊണ്ടുവന്ന്. കമ്പി എല്ലാം ഞങ്ങളൊന്നും വാങ്ങിയിട്ടേ ഇല്ല, മൊത്തത്തിലുള്ള കരാറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതന്നെ അവരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ പടവിന് വേറെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടില്ല. അതിൽ കല്ല് ഞങ്ങൾ കുറച്ച് കല്ല് പൊളിച്ചപ്പോൾ കിട്ടി. ബ്രിക്കാണ് കേട്ടോ, നമ്മൾ കല്ലല്ല ബ്രിക്കാണ്. അപ്പോൾ ആദ്യം പൊളിച്ചതിൻ്റെ കുറച്ചുണ്ടായിനി, പിന്നെ കുറച്ചൊരു 10-14 എണ്ണം കൂടി വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ അത് കല്ല് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത്, അല്ലാതെയാണ് 14,000 ഉറുപ്പ്യ ആയത്. അപ്പോൾ 13 കൊടുത്തിട്ടുള്ളൂ, 1,000 ഉറുപ്പ്യ ഡിസ്കൗണ്ട് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം ആ ചിലവാണ് കേട്ടോ അത്. പിന്നെ ഇത് ആ വാർപ്പിൻ്റെ സമയത്തുള്ള കമ്പി മുറിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ. ഈ 3 ചാക്ക് സിമൻറ്റാണ് അതിന് വേണ്ടി വന്നിട്ടുള്ളത്, 2 വാർപ്പിനും കൂടിയിട്ടോ. പിന്നെ ഞങ്ങൾ നിലമൊക്കെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് വേറെ സിമൻറ്റ് വാങ്ങിയതാണ്. പടവിന് കുറച്ചുണ്ടായിന്, ബാക്കി അന്നത്തെ കോൺക്രീറ്റിൻ്റെ ബാക്കി കുറച്ചെടുത്തിട്ടാണ് പടവ് ചെയ്തത്. ഇതാ ഒരു കോൺക്രീറ്റ് ചെയ്ത ആൾ തന്നെയാണ് കേട്ടോ പടവ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സ്ലാബ് വാർത്ത് 10 ദിവസത്തെ കഴിഞ്ഞതിന് ശേഷം, നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അതെന്നെ 3-4 വട്ടം വിളിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ സമയത്ത് അയാൾ ഫോൺ എടുക്കൂല, പിന്നെ ഫോൺ എടുക്കും, അങ്ങനെയൊക്കെ ആണ് അവർ വന്ന് കിട്ടിയത്.
പിന്നെ വേറൊരു കാര്യം, ചെറിയ പണിക്കും വലിയ പണിക്കും ഒരേ കൂലിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ വേഗം പണി കഴിയുമല്ലോ. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വന്ന് ഒരു 10 മണിയാകുമ്പോഴത്തേനൊക്കെ തന്നെ പണി തീർത്തോല് പോകും. എന്നാലും ഒരു ഫുൾ ഡേൻ്റെ കൂലിയാണല്ലോ കൊടുക്കുക. പിന്നെ ഇത് കൂലിയല്ല, ഇത് പിന്നെ അളവിനോ അങ്ങനെയൊക്കെ ആണല്ലോ ഇതിൻ്റെ കണക്ക്, കോൺക്രീറ്റിൻ്റെ കണക്ക്. ആ കോൺക്രീറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് കേട്ടോ അവിടെ പടവ് ചെയ്തെന്ന് നിങ്ങൾ കണ്ടില്ല. പടവ് ചെയ്തതിൽ പകുതി ഞങ്ങൾ അങ്ങ് പൊളിച്ചതും പിന്നെ പുതിയ ബ്രിക്കും ഒക്കെ കൂടി. വാർപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പടവും അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ നിലം കോൺക്രീറ്റ് ചെയ്യാണ്ട്. അതിൻ്റെ മുന്നേ ആ ഒരു മോട്ടറിന് താഴെ കിണറിൻ്റെ മോട്ടറിന് മേലെ ടാങ്കിലേക്ക് വരുന്ന ആ ഒരു പൈപ്പ് ലൈൻ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതുണ്ട് ഇനി. അപ്പോൾ അതിനായിട്ടാണ് പൈപ്പിൻ്റെ ആളെ വിളിച്ചിട്ട് അങ്ങനെ പണിയെടുത്തതാണ്. അപ്പോൾ ഇത് മൊത്തത്തിലാണ് കേട്ടോ, ഈ പൈപ്പും എല്ലാം കൂടിയാണ്. അതിൻ്റെ പൈസ ഞങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പോൾ സിങ്കിലേക്കുള്ള ടാപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ച് കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ അതിന് എത്ര വരിക എന്നറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ആ ടാപ്പ് ഫിറ്റ് ചെയ്യലും എല്ലാം കൂടി 5 ഉറുപ്പ്യ ഉണ്ടാവും, 5000 ഉറുപ്പ്യ ഉണ്ടാവും. അത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് അത് കൊടുക്കുക. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഇടപാടുകളൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസമാണ് ആ ഒരു ബംഗാളിൻ്റെ കൂടെ കാക്കയും കൂടെ നിന്നിട്ട് അയാൾ അതേ എഫേർട്ട് എടുത്ത് പണിയെടുത്തിട്ടുണ്ടോ കാക്ക. അല്ലെങ്കിൽ ഇതിൻ്റെ പൈപ്പിൻ്റെ മെയിൻ ആൾ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് അയാൾ പോയി. പക്ഷെ ഇവർക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണമല്ലോ. അപ്പോൾ കാക്ക ഒഴിവിന് ഓരോ ട്രിപ്പ് പോയി വരും. അപ്പോൾ ഇവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് കാക്ക അതിൻ്റെ കൂടെ നിന്ന് കളിക്കാനും കൊത്താനും എന്ന് പറഞ്ഞ മാതിരി എല്ലാ പണിക്കും നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇങ്ങനെ കിണർ തൈ പച്ച ഓസെന്ന് പുതിയതാണ് ഇതങ്ങനെ. ഇത് പഴയ കുറച്ച് പൈപ്പൊക്കെ ഇവിടെ ഉണ്ടായി കേട്ടോ. പിന്നെ കുറച്ച് പുതിയതും ഒക്കെയാണ്. പിന്നെ ഇത് വേസ്റ്റ് വെള്ളം പോകാനുള്ളതാണ്. ആ സിങ്കിൽ നിന്ന് വേസ്റ്റ് വെള്ളം, സിങ്ക് ഉണ്ടായാൽ മാത്രം പോരല്ല, അതിന് വേസ്റ്റും വെള്ളം വേണം, പൈപ്പ് ലൈൻ വേണം. അതും പ്രശ്നം തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ആണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇക്കാക്ക് പിന്നെ നല്ലോണം ഹിന്ദി അറിയുന്നതിനോട് പ്രശ്നമില്ല, നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് അവിടെയൊക്കെ മണ്ണിട്ട് അങ്ങനെ ചെയ്യുക. ഇതാ കോൺക്രീറ്റിൻ്റെ ആ സമയത്തിന് മുന്നേ തന്നെ, നിലം കോൺക്രീറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന ആൾ തന്നെ 2 പടവുകാരെ അവിടെ കൊണ്ടു. ഒരു പടവ് ചെയ്യുന്ന ആളും, പടവല്ല പടവുകാരൻ തന്നെയാണ് തേപ്പ് ചെയ്യുക, പിന്നെ ഒരു ഹെൽപ്പറിയാണ് കേട്ടോ. അപ്പോൾ അന്ന് ഇക്കാക്കൊക്കെ ഒഴിവില്ലാത്തതിനോണ്ടാണ് അല്ലേ ഇക്കാക്ക തന്നെ ഹെൽപ്പ് ചെയ്യും, അവർക്ക് ഹെൽപ്പറായിട്ട് നിൽക്കും. അങ്ങനെ അത് തേപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതാണ് മെയിനായിട്ടുള്ള മേസരി കേട്ടോ. അപ്പോൾ ഇയാളെ പണിക്കാരാണത്. അപ്പോൾ കോൺക്രീറ്റ് അവിടെ ചെയ്യണം. കുറച്ച് ഹൈറ്റ് നമ്മൾ വിചാരിച്ചാലും പൊന്തിപ്പോയിട്ടോ. അപ്പോൾ വാഷ് ബേസിനിലേക്ക് കുറച്ച് ഹൈറ്റ്. ശരിക്കും ഓരോ പണി നമ്മൾ മുറ്റത്തായാലും അകത്തായാലും ഒക്കെ എടുക്കുമ്പം നേരത്തെ കാലത്തെ നമുക്കൊരു കാൽക്കുലേഷൻ നല്ലോണം വേണം. ഇപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്തപ്പോൾ വാഷ് ബേസിന് നമ്മൾ പല്ലൊക്കെ തേക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അത് കുറച്ച് പൊന്തിപ്പോയി. അപ്പോൾ നമ്മൾ ആദ്യമായി ചിന്തിച്ചിട്ട് ആ വാഷ് ബേസിന് പൊന്തിക്കേണ്ടീനി. അപ്പോൾ അത് ഓരോ പണി എടുക്കുമ്പോഴാണല്ലോ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. പിന്നെ ആ കോൺക്രീറ്റിൻ്റെ മെറ്റൽ കുറച്ച് ബാക്കിയുണ്ടേനി. അപ്പോൾ അത് ഒക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഹൈറ്റ് കൂട്ടാനുള്ളതിനെ കൊണ്ട് കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ വാരി കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഞങ്ങളെ മുറ്റത്തുള്ള സകല ചണ്ടി വേസ്റ്റുകളൊക്കെ അതിൽ പോയി. അതുകൊണ്ട് പിന്നെ തികയാത്തത് മുറ്റത്ത് ചെറിയ ബേബി മെറ്റൽ ഇട്ടിട്ടുണ്ടല്ലോ ഞങ്ങൾ. ചളിയൊക്കെ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ അത് വേണ്ടിയത്. അപ്പോൾ അതൊന്നും കുറേ ചട്ടി മെറ്റൽ ഇതിലേക്ക് കൂട്ടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒറിജിനൽ മെറ്റലും ബേബി മെറ്റലും കൂടി മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ സെറ്റാക്കി എടുത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മേലെ പണി നടന്നെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേനോ, കോൺക്രീറ്റ് ഒന്നായിട്ട് പൊട്ടി ഫുള്ള് മാറ്റിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പൈസൻ്റെ ലാഭം കിട്ടിയിട്ട് ഇവിടെ ഒരു ഗ്രാനൈറ്റ് വാങ്ങണം എന്ന് ഇനി വിചാരിച്ചിനി. അപ്പോൾ ഇവിടെ ഓൾറെഡി ഗ്രാനൈറ്റിൻ്റെ പീസുകളൊക്കെ ഉണ്ട്, ഇനി അതൊക്കെ വെച്ച് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മേലത്തെ പൊട്ടിയ സ്ലാബെല്ലാ ടൈല് ഒക്കെ കൂടി മുറിച്ച് നല്ലതും ആകാത്തൊക്കെ കൂടി ഇട്ടിട്ട് അവിടെ അതൊന്ന് റെഡിയാക്കി തന്നിട്ടോ. കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് മതിയല്ലോ. അതുകൊണ്ട് മുകളിലത്തെ വേസ്റ്റായി പോയിട്ടുള്ള ടൈല് കുറച്ച് ഉപയോഗത്തിൽപ്പെട്ട് പിന്നെ ഇതിൻ്റെ കൂലി മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓൾറെഡി സിമൻറ്റ് ഇവിടെ നമ്മൾ നിലം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയപ്പോൾ ആ സിമൻറ്റ് ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് രണ്ടാളെ കൂലി മാത്രമേ കൊടുത്തത്. 2200 റുപ്യാണ് അതിനുള്ള കൂലി കൊടുത്തത്. പിന്നെ ആ ഒരു തേപ്പും പിന്നെ നിലം കോൺക്രീറ്റ് ചെയ്യാനും കൂടി 3400 റുപ്യായി. പിന്നെ പകുതി വീണ്ടും മുറിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു കിണറിൻ്റെ ആ ഒരു ഗ്രില്ലൊക്കെ വീണ്ടും മുറിച്ച് ഒന്ന് സെറ്റാക്കി ഒരു വെൽഡറെ വിളിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. പിന്നെ മെയിനായിട്ട് നമ്മളെ ഷീറ്റ് ഇടുന്ന ആൾക്കാരാണ് കേട്ടോ. അവർ ഷീറ്റ് ഇടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറേ ഇരുമ്പുകളൊക്കെ ബാക്കിയുണ്ട് ഇനി. അപ്പോൾ അതുകൊണ്ട് അവരൊരു ഗ്യാസിനൊരു ഇതും ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇനി. അതും വലിയൊരു ഉപകാരമായി. ഇപ്പം ഗ്യാസൊക്കെ ആരെങ്കിലും അടിച്ചുകൊണ്ടോണ്ടാ ഇടവക്കത്താണ് ഞങ്ങളെ ഗ്യാസ് ഉള്ളത്. ഇത്രയും കാലം പോയിട്ടൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ കടന്നൽക്കൂട് ഉണ്ടായിട്ട് ആ കടന്നൽക്കൂടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേട്ടോ കാക. അപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ട് കാകൻ ആദ്യം ആ ഭാഗത്ത് പെയിൻ്റ് അടിക്കുമ്പോൾ വിരലിനൊരു കുത്തുണ്ട്. അപ്പോൾ പിന്നെ നോക്കിയപ്പോഴാണ്
ഇതിൻ്റെ ബാക്കിലുണ്ട്, ആ എ സിൻ്റെ അതിൻ്റെ ബാക്കിലുണ്ട് ഇത്. അതാ കണ്ടോ, അത് കൂട്ടത്തോടെ വന്ന് ആ കൂട് മൊത്തത്തിൽ പിടിച്ച് ഇതാക്കിയതാണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെയിൻറ്റ് ഇവിടെ കുറേ പെയിൻറ്റ് ബാക്കിയുണ്ട് ഇനി. പിന്നെ ചുമരിനടിക്കുന്ന പെയിൻ്റ് ആയാലും അല്ലാത്ത പെയിൻ്റ് ആയാലും ഒക്കെ അതൊക്കെ ഒന്ന് ചിലവായി കിട്ടി. പിന്നെ അതാ മൊത്തത്തിൽ പെയിൻ്റ് അടിക്കുന്ന മുന്നേ ഇവിടെയൊക്കെ ഒന്ന് വൈറ്റ്, ശരിക്ക് ആ ഒരു തേച്ച ഉടനെ തന്നെ വൈറ്റ് അടിക്കേണ്ടി ഇനി. അപ്പോൾ പക്ഷേ വൈറ്റ് അടിക്കാൻ പറ്റിയില്ല കേട്ടോ. വൈറ്റ് അടിക്കാൻ നേരെ വൈകിപ്പോയതുകൊണ്ട് ഇപ്പോൾ അവിടെയൊക്കെ ഒന്ന് നനച്ച് എല്ലാ ഭാഗവും ഒന്ന് തേച്ച് കഴുകേണ്ടി കൊടുത്ത് കഴുകി അങ്ങനെയൊക്കെയുള്ള കുറച്ച് പണികളാണ്. പിന്നെ ഈ ഷീറ്റ് ഇടാൻ മൊത്തത്തിൽ പൈസ വന്നത് 27,500 അപ്പോൾ അത് നമ്മളിവിടുത്തെ കുറച്ച് ഇരുമ്പും ഉണ്ടായിരുന്നല്ലോ, പഴയ ഇരുമ്പും ഉണ്ട്. പഴയ ഇരുമ്പ് നമ്മൾ ആ ഗ്യാസിൻ്റെ ഇതിന് മാത്രമാണ് കേട്ടോ എടുത്തത്. അങ്ങനെ എനിക്ക് ബിരിയാണി വെക്കാനുള്ള ഒരു അടുപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. പിന്നെ അതും എല്ലാം കൂടിയാണ് കേട്ടോ വന്നത്. 27,500 അവർ കൊണ്ടുപോകുന്ന ഷീറ്റ് കൊണ്ടുവരലും ഇരുമ്പും അങ്ങനത്തെ എല്ലാം കൂടി അടക്കം 27,500 നമ്മൾ ഇതുവരെ കൊടുത്തത്. ഇത്രയും ദിവസം ഈ ഒരു മേശൊക്കെ മൂടിയിട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ ആ സ്ലാബിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ടായിന്. അവിടെ കവറിട്ടതിന് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പൊടി വന്ന് അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി ഇനിയിപ്പോൾ ഉപയോഗിക്കാമല്ലോ. പിന്നെ ഈ സ്ലാബിന് ഒരു അറ്റത്ത് ഒരു ഭാഗങ്ങൾ കാണില്ല, അത് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. സൈഡ് ഉദ്ഘാടനമൊന്നും ഇതുവരെ കഴിഞ്ഞില്ല, ഉണ്ടാക്കിയിട്ടിട്ടുള്ളൂ. ഓരോ ദിവസവും അടുത്ത ആഴ്ച മറ്റേ ആഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്നല്ലാതെ ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഇവിടെയൊക്കെ ഒന്ന് ആക്കിയ ശേഷമാണ് പെയിൻ്റ് അടി ക്ലീൻ ആക്കിയെടുത്തത്. കുറച്ച് ദിവസം പിടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പെയിൻ്റ് അടിച്ച് കഴിയാൻ. കാരണം കാക്ക തന്നെ ഒഴിവിനനുസരിച്ചിട്ടാണല്ലോ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴുകാനൊക്കെ ഞാൻ കൂടി കൊടുക്കുന്നില്ല, പെയിൻറ്റ് കാക്ക തന്നെയാണ് അടിക്കുക. ഞാൻ വീട്ടിലെ പണിയെടുക്കും, വേണം നോക്കിയിരിക്കും. അതൊക്കെയുള്ള എൻ്റെ പരിപാടികൾ. മൊത്തത്തിൽ പൈസ വന്നിട്ടുള്ളത് 52,000 ഉറുപ്പ്യാണ് കേട്ടോ ഇതുവരെ വന്നത്. അപ്പോൾ ഇനി ആ പൈപ്പ് ലൈൻ്റെ പണിക്കാർക്കുള്ള എനിക്ക് തോന്നുന്നത് അവിടെ ഇനിയിപ്പോൾ പൈപ്പും എല്ലാം കൂടി പിടിപ്പിക്കുമ്പോൾ ഒരു 2,500 ഉറുപ്പ്യെങ്കിലും ആവും കൂലിയും, പിന്നെ പൈപ്പ് വാങ്ങാനും ടാപ്പ് വാങ്ങാനും പൈപ്പ് വാങ്ങാനും ഒക്കെ. എന്തായാലും സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഷീറ്റിട്ട് ഇപ്പോൾ ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചിന്ത എന്താ വെച്ചാൽ അവിടെ മൊത്തത്തിലൊന്ന് കവർ ചെയ്യണം, ഗ്രില്ല് ചെയ്യണം എന്നായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതും അടുത്തൊരു ആഗ്രഹമാണത്. ഇപ്പോൾ വേണമെന്നൊന്നുമില്ല, നിർബന്ധമില്ല, ഞാൻ പറയുകയാണ്. പിന്നെ അതാ ഗ്യാസിൻ്റെ ആ ഒരു കൂട് കണ്ടില്ലേ, അതും നല്ല ഉഷാറായിട്ടുണ്ട്, പൂട്ടൊക്കെ വെച്ച് പൂട്ടിയിട്ടുണ്ട്. പിന്നെ അതാ കാക്ക പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.